ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പിൻഗാമിയായി വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? സാർ എന്തൊക്കെയായി പറയുന്നത്? സാറിന് എന്തെങ്കിലും പറ്റുമോ? അയ്യോ, എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. പഴയ കവലത്തല്ല് പ്രയോഗം കൊണ്ട് പ്രതാപവർമ്മയുടെ മുമ്പിലേക്ക് വന്നേക്കരുത്. പണ്ട് വേണ്ടെന്ന് വെച്ച് വിട്ടതാ. ഇനിയും വന്നാൽ കൊന്നുകളയും ഞാൻ. രാജു, ഞാൻ കരുതിയതുപോലെയല്ല. പ്രതാപവർമ്മയുടെ പ്രതാപവും ശൗര്യവും ഒന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ പഴയതിനൊക്കെ പകരം വീട്ടാൻ തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇവരിത് എവിടെ പോയതാ? അമ്മായിയും ഐഷും കൂടെ എവിടെ പോയതാ? അമ്മായിയോ? ഞാൻ വിളിക്കുന്ന ഋതു ആന്റി അപ്പൂപ്പ. ഓഹോ, അങ്ങനെയാണല്ലേ. ഐഷു, അപ്പൂപ്പിന്റെ ചക്കരയല്ലേ? അതെ. അപ്പൊ അവന്റെ പുന്നാര പഞ്ചാരയല്ലേ ഐസുക്കുട്ടി? അതെല്ലോ. അപ്പൊ അപ്പൂപ്പനോട് സത്യല്ലേ മോള് പറയുള്ളൂ? ഞാൻ എന്റെ അപ്പൂപ്പനോട് നുണ പറയുന്ന എന്തിനാ? എങ്കി പറ, മോളും ഋതു ആന്റി കൂടെ എവിടെ പോയതാ? ഞങ്ങൾ എന്റെ ഡാൻസ് ടീച്ചറിന്റെ വീട്ടില്. അല്ല, എന്തിനാ അവിടെ പോയത്? ഞാൻ പോയത് എനിക്ക് കിട്ടിയ ട്രോഫി കാണിക്കാനാ. പക്ഷെ ഋതു ആന്റി തൊട്ടുപോലെ തന്നെ മോളെ, എന്റെ മോളെ എന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളുടെ കുഞ്ഞിനെ പ്രസവിച്ച നിങ്ങൾ മറ്റൊരാളുടെ കുഞ്ഞായി എനിക്ക് ജന്മം തരുന്നതിന് മുൻപ് വയറ്റിൽ വെച്ച് എന്നെ കൊല്ലായിരുന്നില്ലേ? നിങ്ങളെ പോലൊരു സ്ത്രീയുടെ മകളായിട്ട് ജനിച്ചു പോയത് എന്റെ ശാപം. നിങ്ങൾ എന്നെ പ്രസവിച്ചതല്ലേന്ന് അവകാശം പറഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്റെ മുൻപിൽ വന്നു പോരുത്. അത്രയ്ക്കും മറപ്പും വെറുപ്പോ നിങ്ങളെ. പത്മാവതി മാഡം, എന്ത് കഷ്ടം ഇതൊക്കെ. എത്രയും പെട്ടെന്ന് ഋതുമോളെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സാറാകെ ടെൻഷനിലാണല്ലോ. ആനന്ദം പിള്ളയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും. സാർ അയാളുടെ കാര്യം ഓർത്തിട്ടാണോ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നു കേട്ടിട്ടില്ലേ? അവനെയൊന്നും പേടിയുണ്ടായിട്ടല്ല, പക്ഷെ അസ്വസ്ഥതയാ. അവനെനിക്ക് പ്രതിയോഗിയൊന്നുമല്ല. വഴിയിലും ഉള്ളു കിടപ്പുണ്ടെന്ന് കരുതി ആരെങ്കിലും വഴി കൂടി നടക്കാതിരിക്കുമോ സാർ? കാലിലും മുള്ളു തറച്ച അത് ഊരിക്കളയണം, അത്രേ ഉള്ളൂ. ഇവനൊക്കെ വെറും വാഷ് ഔട്ടാ. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ടെന്നൊരു ചൊല്ലുണ്ട്. ഒരു കറപ്ഷനും ഇല്ലാത്തതാ എന്റെ രാഷ്ട്രീയ സേവനം. പിന്നെ ഞാൻ അവനൊക്കെ എന്തിനാ പേടിക്കുന്നത്? അത് സാറ് പറഞ്ഞതാ ശരി. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണം, ആ വെല്ലുവിളിയോടെയാ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ
ഞാൻ തോറ്റുകൊടുത്ത അത് മഹാദേവവർമ്മ എന്ന വലിയ മനുഷ്യന്റെ തോൽവിയായിരിക്കും. ഇന്ന് വരെ തോറ്റിട്ടില്ല. ഇനി അങ്ങോട്ട് തോൽക്കാനും താല്പര്യമില്ല. സാറെന്താ ഒന്നും മിണ്ടാത്ത? വലിയ ആലോചനയിലാണല്ലോ. അതെ, ആലോചിക്കായിരുന്നു എന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാ. ഞാനും എന്റെ കഴിഞ്ഞ കാലങ്ങളൊന്ന് പരിശോധിക്കുകയായിരുന്നു. ശക്തിയും ദൗർബല്യവും കുറ്റവും കുറവും എല്ലാം ഉള്ളവരാണ് മനുഷ്യർ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയാണോ MD എഴുതിയാണോ എന്ന് അറിയില്ല. ഒരു വാക്കുണ്ട്, എല്ലാ കഥകളും നീണ്ടു ചെല്ലുമ്പോ അത് മരണത്തിൽ അവസാനിക്കുന്നെന്ന്. ഒരു മരണമായി എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. സാറെന്താ ഇതൊക്കെ പറയാൻ കാര്യം? അതെന്തു ആവട്ടെ രാജു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എനിക്കതിന് ശരിയായൊരു മറുപടി തരണം. അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? സാർ ചോദിക്കേ, ഞാൻ മറുപടി പറയാം. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പിൻഗാമിയായി വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? സാറിന് എന്തെങ്കിലും പറ്റുമോ? അയ്യോ, എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. സർ, ഞാൻ സാറിന്റെ മരുമകനായത് പിന്നീടാണ്. അതിനു മുമ്പും ഇപ്പോഴും ഞാൻ സാറിന്റെ നിഴല് തന്നെയാ. നിഴൽ. എനിക്ക് സാറില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും ജീവിച്ചിരിക്കാൻ പറ്റൂ രാജു. ഓരോരുത്തർക്കും ഓരോ കാലമുണ്ട്, ദൈവം അനുവദിച്ചു തരുന്ന കാലം. ഞാൻ ഒരിക്കലും സാറിരുന്ന കസേരയിൽ കയറിയിരിക്കില്ല. അങ്ങനെ സാറിന്റെ പിൻഗാമിയാവാൻ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മാനസപുത്രൻ. എനിക്ക് അതായ മാത്രം മതി. സാറിന് എന്തോ ഒരു നിരാശ പിടികൂടിയിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും. സാറിന് ഇനി ഒരു വലിയ രാഷ്ട്രീയ ജീവിതമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സാറിന് പലതും ചെയ്യാനുമുണ്ട്. അകലെ